ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിക്ക ആളുകളും ഫോറക്സ് ട്രേഡിങ് ചെയ്യൂ, ലക്ഷങ്ങൾ സമ്പാദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളും പല വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവയിലൊക്കെ സത്യമുണ്ടോ അതോ അതൊക്കെ നുണകളാണോ? ഇന്ത്യൻ കറൻസിയും ബേസിക് കറൻസിയുമായിട്ടുള്ള പെയറുകൾ മാത്രമാണ് ഇന്ത്യയിൽ അലൗഡായിട്ടുള്ള ലീഗലായിട്ടുള്ള ഫോറക്സ് ട്രേഡിങ്. അല്ലാതെയുള്ളവയൊക്കെ ഇല്ലീഗലാണ്, അത് നിയമവിരുദ്ധമാണ്. നമ്മുടെ ഈ വീഡിയോ ഒരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ ആരെയും നമ്മൾ നിർബന്ധിച്ച് ഫോറക്സ് ട്രേഡിങ് ചെയ്യുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് നിക്ഷേപിക്കണമെന്നോ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ആരോടും പറയുന്നില്ല. ഇതൊരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫോറക്സ് ട്രേഡിങ്ങിൽ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ലീഗലായ മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾ ഫോറക്സ് ട്രേഡിങ് ഇന്ത്യയിൽ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലീഗലായിട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധവും അതുപോലെ തന്നെ ശിക്ഷാർഹവുമായ കുറ്റമാണ്. അപ്പോൾ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും, ശരിയാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 ഇരട്ടി വരെ നമുക്ക് ലിവറേജ് കിട്ടുമെന്നുള്ളതാണ്. 100 രൂപ മുടക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ലിവറേജ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടാറുണ്ട്, അല്ലെങ്കിൽ അതിൽ പണം നിക്ഷേപിക്കാനായിട്ട് തയ്യാറാകാറുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു തുക കൊണ്ട് നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭമുണ്ടാകും എന്നുള്ള ചിന്താഗതിയിൽ ആളുകൾ ഈ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാറുണ്ട്. ഈ ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നോർമലായിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ അത് അറിയാവുന്ന പോലെ തന്നെ ആണ് ഈ ഫോറക്സ് ട്രേഡിങ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിങ്ങിനെക്കുറിച്ച് നല്ലൊരു നോളജുള്ള ആളുകൾക്കാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും നമുക്ക് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ചെയ്യാനായിട്ടുമല്ല. ഇപ്പം ഇക്വിറ്റി ട്രേഡിങ്ങിനെ സാധാരണ നോർമൽ ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ശരിക്കും അത് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡിങ്ങിലായിട്ട് ഇറങ്ങാൻ. അതേ സിസ്റ്റം തന്നെയാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ ഫോറക്സ് ട്രേഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, അത് കറൻസി വെച്ചിട്ടുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. കറൻസി ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ, നല്ല വാല്യുള്ള കറൻസികൾ നമ്മൾ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. പല രാജ്യങ്ങളിലെ ആണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻസി അല്ല. പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള ബോഡികളുണ്ടാകും, പക്ഷേ ഇതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ബോഡി ഇല്ല. അത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെയാണ് ഈ ഫോറക്സ് ട്രേഡിങ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ ഈ ഫോറക്സ് ട്രേഡിങ് ആരൊക്കെയാണ് ചെയ്യുന്നത്, അതിനകത്ത് ഇൻവോൾവ് ആകുന്ന ആരൊക്കെയാണ്? ബാങ്കുകൾ, വലിയ വലിയ ബാങ്കുകൾ, ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കുകൾ, പിന്നെ കമ്പനികൾ, വലിയ വലിയ കമ്പനികൾ, പിന്നെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്ന റീറ്റെയിലേഴ്സാണ്. അപ്പം ഇതിനകത്ത് ഫോറക്സ് ട്രേഡിങ്ങിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന 8 കറൻസികളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പെയറ എന്നാണ് പറയുക. 8 കറൻസികൾ പെയറ എന്നാണ് പറയുന്നത്. മേജർ ഇത് തന്നെ, ഈ പെയർ തന്നെ നമുക്ക് മേജർ കറൻസി പെയറുണ്ട്, അതുപോലെ മൈനർ കറൻസി പെയറുണ്ട്, പിന്നെ എക്സോട്ടിക് കറൻസി പെയറുകളുണ്ട്. മേജർ കറൻസി പെയർ എന്ന് പറയുന്നത് US ഡോളറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൈനർ കറൻസി പെയറുണ്ട്. മൈനർ കറൻസി പെയറിനകത്ത് യൂറോ വരുന്നുണ്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് വരുന്നുണ്ട്, JPY വരുന്നുണ്ട്, ജപ്പാൻ്റെ നോട്ട് വരുന്ന കറൻസി വരുന്നുണ്ട്. ഇതെല്ലാം മൈനർ പെയറിനകത്ത് വരുന്നതാണ്. നമുക്കൊരു സിംഗിൾ കറൻസി ആയിട്ട് നമുക്ക് വിനിമയം നടത്താനായിട്ട് ഇതിൽ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് മറ്റൊരു കറൻസി കൂടെ വേണം. നമുക്കിപ്പം US ഡോളറിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് കൂടെ മറ്റൊരു കറൻസിയും കൂടെ വേണം. ഒന്നെങ്കിൽ അല്ലെങ്കിൽ യൂറോ വേണം, അല്ലെങ്കിൽ പൗണ്ടിലോ അല്ലെങ്കിൽ കാനേഡിയൻ ഡോളറിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ എക്സോട്ടിക് കറൻസി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കറൻസികളാണ് എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ വേവ് കറൻസി ഉണ്ട്, കോഡ് കറൻസിയും ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള ടെർമിനോളജി ബൈ, സെല്ല്, ബിഡ്, ആസ്ക്, സ്പ്രെഡ്, പിപ്പ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്തുള്ള ടെർമിനോളജികൾ, നോർമലായിട്ട് ഫോറക്സ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജികൾ. ഈ ഫോറക്സ് ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ലാഭം എന്ന് പറയുന്നത്, ലാഭമോ നഷ്ടമായിക്കോട്ടെ, അതിനകത്ത് വരുന്ന ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് 1 തൊട്ട് 1.5% വരെയാണ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളൂ. അതിൽ കൂടുതലായിട്ട് നോർമലി വരാറില്ല. കാരണം അതിനുള്ള മാറ്റങ്ങളെ ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ 24 hours ഫോറക്സ് ട്രേഡിംഗ് ഓപ്പൺ ആണ്. മാർക്കറ്റ് 24 മണിക്കൂറും ഓപ്പൺ ആണ്. പിന്നെ ഇതിനകത്ത് അധികം ഫ്ലക്ച്വേഷൻസ് വരുന്നില്ല. മൺഡേ ടു ഫ്രൈഡേ 24 മണിക്കൂറുമുണ്ട്. നമുക്കതിൽ ചെയ്യാൻ സാധിക്കുന്നത് പെയറുകളായിട്ട് മാത്രമേ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് നോർമൽ നമ്മൾ ഷെയർ വാങ്ങിക്കും, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഷെയറായിട്ട് നമ്മൾ വാങ്ങിക്കില്ല. പക്ഷേ ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്ക് ഒരു ഷെയറല്ല, ഒരു ലോട്ടായിട്ടാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുക. അപ്പം ഈ ലോട്ടുകൾ തന്നെ പലതരത്തിലുണ്ട്. സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്, നാനോ ലോട്ട് എന്നിങ്ങനെ പലതരത്തിലുള്ള ലോട്ടുകളുണ്ട്. സ്റ്റാൻഡേർഡ് ലോട്ടിനകത്ത് വരുന്നത് 1 lakh, അതായത് 1 lakh ആണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 1 lakh. അതുപോലെ തന്നെ മിനി ലോട്ടിലാണെങ്കിൽ 10,000, മൈക്രോ ലോട്ടിലാണെങ്കിൽ 1000, നാനോ ലോട്ടിനകത്താണെങ്കിൽ 100. അതായത് $1,00,000, $10,000, $1,000, $100 ഇങ്ങനെ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ പിപ്പ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും തമ്മിലുള്ള പ്രോഫിറ്റ്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ബിഡ് ആസ്ക് പ്രൈസിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ പിപ്പ് എന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫോറക്സ് ട്രേഡിങ് നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ശ്രദ്ധിക്കേണ്ട? ഇന്ത്യയിൽ ഇത് ലീഗലായിട്ട് ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്നില്ല. വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ ബാങ്കുകൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ചെയ്യുന്നത് CFD പ്ലാറ്റ്ഫോംസിൽ അല്ല CFD ബ്രോക്കേഴ്സ് വഴിയാണ് ഇത് ട്രേഡിങ്, നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഇത് ഇല്ലീഗലായിട്ടാണ് നമ്മളിപ്പം നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നത്. ലീഗലായിട്ട് ആരും അത് മൂവ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ല, ഇതിനെ നിയന്ത്രിക്കാൻ പാകത്തിലൊരു അതോറിറ്റി ഇല്ല. നമ്മുടെ ഫോറക്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് സെബി അനുവദിച്ചിട്ടുള്ള 6 കറൻസിയുടെ പേരിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. അതും സെബി അക്രഡിറ്റഡ് ആയിട്ടുള്ള ബ്രോക്കർ വഴി. നമ്മുടെ ഇന്ന് രാജ്യത്ത് 90% ട്രേഡിങ് ചെയ്യുന്നത്, ഫോറക്സ് കറൻസികൾ ട്രേഡിങ് ചെയ്യുന്ന CFD പ്ലാറ്റ്ഫോമിലാണ്. ഈ CFD ബ്രോക്കർമാരെന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളല്ല. അങ്ങനെയുള്ള ആളുകളുടെ ഒരിക്കലും നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നിക്ഷേപിക്കാനായിട്ട്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്ന് അധികം ആളുകൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോറക്സിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലാറുണ്ട്. പലപ്പോഴും ഇവിടെ ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ശരിക്കും ഫോറക്സ് ട്രേഡിനെ കുറിച്ച് മനസ്സിലാക്കി ആ രാജ്യത്ത് അനുവദിക്കുന്ന നിയമ സംവിധാനത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബ്രോക്കർമാരിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഫോറക്സ് എക്സ്ചേഞ്ച് വഴി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നതിനേക്കാൾ ഉപരി നഷ്ടസാധ്യതകൾക്ക് വളരെ കൂടുതലാണ്. അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡയറക്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കിത് ഫോറക്സ് ട്രേഡിങ് നടത്താൻ കഴിയത്തില്ല. ഒരു തേർഡ് പാർട്ടി മുഖേന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അത് സ്വീകരിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അയക്കാനായിക്കോട്ടെ, ബൈ ചെയ്യാനായിട്ടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്കത് തേർഡ് പാർട്ടി മുഖേന നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ റിസ്ക് ഫാക്ടറുകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഇന്ത്യയിലത് നിയമവിരുദ്ധമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അങ്ങനെ കൃത്യമായി ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഫോറക്സ് സ്ഥാപനങ്ങൾ വളരെ വിരളമാണ്. കാരണം വൻകിട ബാങ്കുകൾ അതുപോലെ വൻകിട കമ്പനികൾ മാത്രമാണ് ഇങ്ങനെ ഫോറക്സ് ട്രേഡിങ്ങുകൾക്ക് ചെയ്യുന്നുള്ളൂ. ഫോറക്സ് ട്രേഡിങ്ങുകൾ നിയമപരമായിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ
മിക്ക ആളുകളും ഇതൊരു CFD ട്രേഡിങ് പ്ലാറ്റ്ഫോമിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അത് പലപ്പോഴും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികളാണ്. അപ്പം ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിലയിരുത്തി കൃത്യമായ ബ്രോക്കർ ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി നല്ല ബ്രോക്കർമാരെ കുറിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.